നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്നലെ ദൈവം തന്ന ഒരു തീമാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്ററിൽ വെച്ചത്. परमेश्वर ने इस प्रार्थना के लिए एक ऐसा थीम, एक ऐसा हेडिंग दिया है जिसे मैंने अपने इस मीटिंग के पोस्टर में लिखवाया है. ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम प्रार्थना करें कि परमेश्वर ही हमारे सभी विषयों में दखल दे. കർത്താവ് എന്നോട് പറഞ്ഞു ദൈവം ഇടപെടാൻ പോകുക നമ്മുടെ വിഷയം. मुझसे परमेश्वर ने कहा कि परमेश्वर हमारे हर एक विषयों पर दखल देने जा रहे हैं, वो हमारे विषयों पर काम करने जा रहे हैं. ബൈബിളിലെ ഉൽപ്പത്തി മുതൽ ബൈബിളിന്റെ അവസാന പുസ്തകം വരെ ദൈവം മനുഷ്യന്റെ വിഷയത്തിൽ ഇടപെട്ടതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. बाइबल में भी देखा जाए तो प्रारंभ से लेकर अंत के पुस्तक तक परमेश्वर के उस काम को हम देख सकते हैं जहाँ उन्होंने खुद उठकर अनेक विषयों पर में दखल दिया और उनका उत्तर दिया. ഇന്ന് ഈ പ്രയർ ലൈനിലുള്ളവര് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിലായിരിക്കും. आज इस प्रेयर लाइन से जुड़े हुए हर एक व्यक्ति बड़े ही विश्वास के साथ इस प्रार्थना में रहे. ചിലർക്ക് ഇത് റേഡിയോ ആണ്. कईयों के लिए मैं जानता हूँ ये एक रेडियो के समान है. പക്ഷേ ചിലർക്ക് ഇത് അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും വിടുതലും വലിയ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വളരെ പ്രതീക്ഷയോടെയാണ് ചിലരായിരിക്കുന്നത്. लेकिन मैं जानता हूँ उसी स्थान पे अनेक लोग हैं जो बड़ी आशा के साथ बैठे हैं और उनके लिए प्रार्थना एक छुटकारे का कारण होने के लिए. എപ്പോൾ നാം ദൈവസന്നിധിയിൽ വന്നാലും വലിയ പ്രതീക്ഷയോടുകൂടിയായിരിക്കും. हम जब भी परमेश्वर के पास उसकी उपस्थिति में आए बड़ी आशा के साथ, बड़ी प्रतीक्षा के साथ आए. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രധാനപ്പെട്ട തന്നെയാണ്. ये आशा जो है बहुत ही महत्वपूर्ण बात है. നാം പ്രതീക്ഷിക്കുന്നത് ഒരു മനുഷ്യനിൽ നിന്നല്ല. हम किसी व्यक्ति से कुछ इच्छा नहीं रख रहे. നാം ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെയാണ് ദൈവസന്നിധിയിൽ വരുന്നത്. हम परमेश्वर की उपस्थिति में परमेश्वर से आशा लगाए हुए हैं. എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ പ്രാരംഭ സമയം മുതൽ എനിക്കൊരു കാര്യം അറിയാം. मेरे आत्मिक जीवन के प्रारंभ के समय से लेकर मैं एक बात जानता हूँ. നാം എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് എത്രത്തോളം കൊതിയോടുകൂടെയാണ് നാം ദൈവത്തിന്റെ മുൻപാകെ ആയിരിക്കുന്നത് അത്രത്തോളം ഹല്ലേലൂയ പ്രാധാന്യത്തോടെ ആയിരിക്കും ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത്. हम जितनी इच्छा के साथ या जितने आग्रह के साथ हम परमेश्वर की उपस्थिति में अपने विषयों को लेकर बैठते हैं उतने ही आग्रह से उतने ही ज्यादा उसकी उत्तर परमेश्वर हमें देता है. ഹല്ലേലൂയ. आमीन. അബ്രഹാം എന്ന് പറയുന്ന ഒരു പിതാവ് വിശുദ്ധ ബൈബിളിലുണ്ട്. अब्राहम नामक एक पिता बाइबल में है. അദ്ദേഹത്തിന് ഒരുപാട് സന്താനങ്ങളെ ദൈവം കൊടുത്തു. परमेश्वर ने उन्हें अनेक संतान दिए. അവരെല്ലാം മിസ്രയീമിന്റെ മണ്ണിൽ ബന്ധിക്കപ്പെട്ടു പോയിരിക്കുന്ന കുറെ ദിവസം. लेकिन ऐसा समय जहाँ वही संतानें मिस्र देश में बंधुआई में हो गई. വർഷങ്ങൾ പലത് കഴിഞ്ഞു. अनेक वर्ष बीत गए. അവരുടെ ജീവിതം എല്ലാം ഇരുൾ മൂടിക്കിടക്കുന്ന ഒരു അനുഭവം. ऐसा अनुभव कि उनके जीवन में पूरा अंधकार ही अंधकार था. കഷ്ടത വർദ്ധിക്കുന്നതല്ലാതെ വേദന വർദ്ധിക്കുന്നതല്ലാതെ അവർക്ക് അതിൽ നിന്നൊരു വിടുതലില്ലാതിരിക്കുക. हर दिन उनके कष्ट बढ़ते ही जाते थे, उन्हें कोई छुटकारा नहीं मिल रहा था. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം उसी समय निर्गमन उसका 3रा अध्याय 8-ാമത്തെ വാക്യം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 8-9 വാക്യങ്ങൾ ഉണ്ടെങ്കിൽ 9-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രയീമർ അവരെ ഞെരുക്കുന്ന വിധവും ഞാൻ കണ്ടിരിക്കുന്നു. लिखा है निर्गमन 3 का 9 में एक्सोडस चैप्टर 3 वर्स 9. इसलिए अब सुन, इजरायलियों की चिल्लाहट मुझे सुनाई पड़ी है और मिस्रियों का उन पर अंधेर करना भी मुझे दिखाई पड़ा है. ഈ സമയം എന്ന് പറയുമ്പോൾ ഏതാണ്ട് അവർ മിസ്രയീമിൽ ചെന്നിട്ട് 400 വർഷമായി. ये ऐसा समय था कि वो मिस्र में उन्हें रहते हुए 400 साल हो गए. ഇതുവരെ ഒരു ദൈവത്തിന്റെ ഇടപെടൽ അവരുടെ വിഷയത്തിൽ നടന്നിട്ടില്ലായിരുന്നു. उनके विषयों पर अब तक किसी भी परमेश्वर की ओर से किसी भी प्रकार का काम नहीं हुआ. പക്ഷേ 400 വർഷങ്ങൾ കഴിയുമ്പോൾ लेकिन 400 साल बीतने के बाद ഹോരേബിന്റെ പർവ്വതത്തിൽ ദൈവം മോശയെ തിരഞ്ഞെടുത്തിട്ട് പറയുക, होरेब के पर्वत पर परमेश्वर ने मूसा को चुना और ऐसा कहते हैं, ഞാൻ
എന്റെ ജനമായ ഇസ്രായേലിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടാൻ പോകുകയാണ്. कि मैं अपने लोग जो इजरायली हैं उनके विषयों में दखल देने जा रहा हूँ। പ്രിയരെ, വർഷങ്ങളായി നിശബ്ദമായി കിടക്കുന്ന ചില അനുഭവങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതം. आपके जीवन में शायद आज ऐसा ही हो, कई वर्षों से ऐसे विषय आपके जीवन में है जो बिल्कुल शांत पड़े हुए हैं। ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങളായിരിക്കും. ऐसे अनुभव जहाँ बंधन में है, കാണത്തക്ക രീതിയിൽ ഒരു ചലനങ്ങളും ഇല്ലായിരിക്കും. आप उन विषयों पर अपनी आंखों से कोई चलन होते हुए नहीं देख पा रहे। പക്ഷേ നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് ഇടപെടാൻ പോകുന്ന സമയത്തിൽ നാം എത്തിയിരിക്കുകയാണ്. लेकिन हम एक ऐसे समय में आप पहुंचे हैं जहाँ आपके सारे विषयों पर परमेश्वर दखल देने जा रहे हैं। ദൈവം മോശയോട് പറഞ്ഞു, परमेश्वर ने मूसा से कहा, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. इजरायलियों की जो चिल्लाहट है वो मेरे पास पहुंच चुकी है। മിസ്രൈമർ അവരെ ഞെരുക്കുന്ന വിധവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. और मैंने देखा है किस तरह मिस्री उन पर अंधेर कर रहे हैं। ഹല്ലേലൂയ. 10ാമത്തെ വാക്യത്തിൽ പറയുക, 10वें वचन में लिखा है, മോശയോട് പറയുന്നു, ആകയാൽ വരിക, मूसा से कहा इसलिए आज आ, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കാൻ പോകുകയാണ്. और मैं तुझे फिरौन के पास भेजता हूँ कि तू मेरी इजरायली प्रजा को मिस्र से निकाल ले आए। ഏതാണ്ട് 400 വർഷത്തിന് ശേഷം അബ്രഹാമിന്റെ സന്താനത്തിന്റെ കഴുത്തിൽ കിടക്കുന്ന കയറുകളെ ദൈവം അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. लगभग 400 साल की बंधुआई के बाद ये एक ऐसा समय जहाँ इजरायलियों के गर्दन में जो बंधुआई की रस्सी बंधी हुई है उसे परमेश्वर आप ही निकालने जा रहे हैं। ഫറവോനും മിസ്രൈമിലെ ജനവും ഒരു കാലത്തും അഴിയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ കഴുത്തിലെ കയറ് കെട്ടിയത്. उनके गले में ये रस्सी इसलिए बांधी गई, इस लक्ष्य से बांधी गई कि जिंदगी में कभी भी इजरायली इस बंधुआई से स्वतंत्र होने ना पाए। എന്നും ഞങ്ങളുടെ അടിമയായിട്ട് ഈ ജനം പാർക്കണം. हमेशा जीवन भर के लिए ये इजरायली उनके गुलाम बनकर रहने पाए। അവർ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കണം, ഞങ്ങൾ അവർ മൂലം സുഖം അനുഭവിക്കണം. मिस्रियों के लिए वो परिश्रम करे और उस स्थान पर मिस्री बहुत ही सुख का अनुभव करते रहे। ഒരിക്കലും അഴിയാൻ പറ്റാത്ത രീതിയിൽ പിശാച് അവരെ ബന്ധിച്ചെങ്കിലും ദൈവത്തിന്റെ ഇടപെടലിനാൽ 400 വർഷത്തിന് ശേഷം അവരുടെ മേലുള്ള ബന്ധനങ്ങൾ ദൈവം അഴിക്കുകയാണ്. शैतान ने उन्हें एक ऐसे बंधन से बांधा जिन्हें कोई खोल नहीं पा रहा था, लेकिन 400 साल के बाद परमेश्वर ने खुद दखल देकर उनको उस बंधुआई से छुड़ाया। ഇന്ന് എത്ര കുടുംബങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാണ്? आज कितने परिवार इस संदेश को अपने लिए लेंगे? എത്ര വ്യക്തികൾ ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാണ്? कितने व्यक्ति इस संदेश को अपने जीवन में स्वीकार करेंगे? ഒരു കാലത്തും പിശാചിന്റെ അധീനതയിൽ നിന്നും നീ അഴിഞ്ഞു പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് പലയിടത്തും നമ്മളെ കുടുക്കിയിട്ടുണ്ട്. शैतान ने भी हमारे जीवन में कई बार कई समयों पर ऐसे बंधन डाले, इस उद्देश्य से डाले कि हम कभी भी उन बंधनों में से छुड़ाए न जाएं। ഇന്നും പല വിഷയങ്ങളുടെ അടിമയാക്കി പിശാച് നമ്മളെ ഇട്ടിരിക്കുക. आज भी कई विषयों के अधीन में शैतान ने हमें कर दिया है। മിസ്രൈമർ ഇസ്രായേലിനെ ഞെരുക്കുന്ന പോലെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഭൗതികമായിട്ടൊക്കെ സാത്താൻ നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുക. जिस तरह मिस्रियों ने उन इजरायलियों पर अंधेर किया, उसी तरह शैतान भी हमें मानसिक तौर पे शारीरिक तौर पे हम पर अंधेर करे जा പക്ഷെ रहा है। ആ വിഷയത്തിൽ എന്റെ ദൈവം ഈ 2021 മെയ് മാസത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാണെന്ന് ഒരാലോചന പറഞ്ഞാൽ എത്ര ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കും, എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കും. और अगर मैं परमेश्वर की ओर से कहूँ कि परमेश्वर ऐसे अनेक वर्षों से आपके जीवन में पड़े हुए बंधनों को परमेश्वर खुद उन विषयों पर दखल देकर आज उन बंधनों को खोलने जा रहे हैं, तो कितने लोग इस संदेश पर आज विश्वास करेंगे? ദൈവം മോശയോട് പറയുക, ഞാൻ കണ്ടു അവരുടെ കഷ്ടത ഞാൻ കണ്ടു. परमेश्वर ने मूसा से कहा कि मैंने उनके कष्ट को देख लिया है। ദൈവം പറയുക, ഞാൻ അവരുടെ നിലവിളി കേട്ടു. परमेश्वर कहते हैं मैंने उनकी चिल्लाहट को सुन लिया है। ദൈവമക്കളെ, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകും. परमेश्वर बड़े काम को करने जा रहे हैं। ദൈവം നമ്മുടെ ജീവിതത്തിലെ വർഷങ്ങളായുള്ള ചില പ്രാർത്ഥനകൾ ദൈവം കേട്ടിരിക്കുക. कई वर्षों से जिन विषयों के ऊपर हम प्रार्थना करते आ रहे हैं, उन सभी विषयों को परमेश्वर ने सुन लिया है। എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. सब कुछ परमेश्वर देख रहे हैं। ദൈവം ഇടപെടുന്ന സമയം. ये ऐसा समय जहाँ परमेश्वर आप ही हमारे विषयों में दखल देंगे। മോശ
ദൈവം മോശയെ വിളിക്കുക. परमेश्वर ने मूसा को बुलाया, പക്ഷെ മോശയോട് ദൈവം പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 3:19 लेकिन मूसा से परमेश्वर उसी अध्याय के 19वें वचन में कहते हैं, ദൈവം പറയും, എനിക്കറിയാം मैं जानता हूँ മിസ്രയീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു. मैं जानता हूँ कि मिस्र का राजा तुमको जाने न देगा, वरन बड़े बल से दबाए जाने पर भी जाने न देगा. ഹല്ലേലൂയ. आमीन. നീ ചെന്ന മിസ്രയീമിന്റെ രാജാവിനോട് സംസാരിച്ചത് കൊണ്ട് അവൻ ഇസ്രായേലിനെ വിട്ടുതരത്തില്ല. परमेश्वर कहते हैं कि तुम जाकर मिस्र के उस राजा से बात करोगे कि इजरायलियों को भेज दो, ऐसा कहने पर भी वो इजरायलियों को जाने न देगा. മിസ്രയീമിന്റെ രാജാവും മിസ്രയീമിലെ ശക്തികളും, मिस्र के राजा और मिस्र की शक्तियां, മോശെ നീ ചെന്ന ഒരു സംസാരം കൊണ്ട് അവർ ഇസ്രായേൽ ജനത്തെ സ്വതന്ത്രമാക്കത്തില്ല. मूसा के केवल बात करने से ही वो उनको स्वतंत्र नहीं करेंगे, മറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, അവര് ഭുജബലം കൊണ്ടല്ലാതെ ഇസ്രായേൽ ജനത്തെ പോകാൻ അനുവദിക്കത്തില്ല. परमेश्वर कहते हैं मैं अच्छे से जानता हूँ कि वो बड़े बल से दबाए जाने पर भी जाने नहीं देंगे. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൈയുടെ ബലം പ്രകടമാകാതെ ഫറവോൻ ഇസ്രായേൽ ജനത്തെ സ്വതന്ത്രമാക്കത്തില്ലെന്നാണ് ദൈവം മോശയോട് പറയുന്നത്. मूसा से परमेश्वर ऐसा ही कहते हैं कि परमेश्वर अपने खुद के हाथों के बल को दिखाए बिना वो फिरौन जो है वो इजरायलियों को जाने न देगा. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് എത്ര പറഞ്ഞിട്ടും കിട്ടാത്ത സ്വാതന്ത്ര്യം, ऐसा स्वतंत्रता जिसे शब्दों के द्वारा प्राप्त नहीं किया जा सकता. ദൈവത്തിന്റെ ഭുജബലം നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും വെളിപ്പെടാൻ പോവുകയാണ്. परमेश्वर के हाथों का बल हमारे लिए और हमारे परिवार के लिए इन दिनों में प्रकट होने जा रहा है. മിസ്രയീമിന്റെ മണ്ണിൽ ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ അവിടെ നടന്നത് മുഴുവനും ദൈവത്തിന്റെ കൈയുടെ ബലമായിരുന്നു. मिस्र देश में इजरायलियों को छुड़ाने के लिए जो कुछ भी काम वहां हुए वो परमेश्वर के उस हाथों के बल के काम थे. ഫറവോനും മിസ്രയീം രാജ്യവും ഭയപ്പെട്ടതുപോലെ ദൈവത്തിന്റെ കൈ മിസ്രയീമിൽ പ്രകടമായി ഇസ്രായേൽ ജനത്തിന് വേണ്ടി. और इजरायलियों के लिए परमेश्वर के ऐसे हाथ वहां प्रकट हुए जिसे देखकर मिस्र के लोग, मिस्र और वहां जो कुछ थे सब लोग डर गए. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग आज विश्वास करते हैं? ആ ബലമുള്ള ദൈവത്തിന്റെ ബലമുള്ള ഭുജം നമുക്ക് വേണ്ടി കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ കർത്താവ് ഇറക്കാൻ പോവുകയാണ്. कि परमेश्वर अपने उस भुजा को जो बहुत शक्तिशाली है, वही भुजा हमारे लिए हमारे जीवनों में परमेश्वर बढ़ाने जा रहे ഈ हैं. വചനം കേൾക്കുന്നവർ അതിനെ സ്വീകരിച്ചാൽ, जो इस वचन को सुन रहे हैं वो अपने जीवन में से स्वीकार करें. സ്വീകരിക്കുന്നവർ അത് വിശ്വസിച്ചാൽ, जो स्वीकार कर रहे हैं वो इन वचनों पर विश्वास करें, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ വചനം ഒരു അത്ഭുതം ചെയ്യാൻ പോകും. क्योंकि जो विश्वास करेंगे उनके लिए ये वचन उनके जीवन में अद्भुत करने जा रहा है. മിസ്രയീമിന്റെ രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ ഇസ്രായേലിനെ പോകാൻ അനുവദിക്കത്തില്ലെന്ന് ഞാൻ അറിയുന്നു. लिखा है मैं जानता हूँ कि मिस्र के कि वो बड़े बल से दबाए जाने पर भी जाने न देंगे. ദൈവത്തിന് അറിയാം നിന്നെ എങ്ങനെ സ്വതന്ത്രമാക്കണം. परमेश्वर अच्छे से जानते हैं कि आपको किस तरह से स्वतंत्र किया जा सकता है. നിനക്കൊരു വിടുതൽ കിട്ടണമെങ്കിൽ ഏത് രീതിയിൽ ഇടപെടണമെന്ന് കർത്താവിന് അറിയാം. अगर आप में एक छुटकारा होना जरूरी है तो परमेश्वर अच्छे से जानते हैं कि किस तरह उस छुटकारे को आपके जीवन में भेजना है. വാക്കുകൾ കൊണ്ട് ഇടപെടേണ്ടടുത്ത് വാക്കുകൾ കൊണ്ട് ദൈവം ഇടപെടാൻ പോകുകയാണ്. जहाँ केवल बातचीत से दखल देना है वहीं पर परमेश्वर केवल बातचीत से ही छुड़ा सकते हैं. പുറപ്പാട് പുസ്തകം 3:8 ദൈവം പറയുക, എന്റെ ജനത്തെ വിശാലമായ ഒരു ദേശത്തേക്ക് കൊണ്ടുവരുവാൻ, ജാതികളെ നീക്കിക്കളഞ്ഞ് എന്റെ ജനത്തെ ഒരു വിശാല സ്ഥലത്തേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. और इस तीसरे अध्याय के 8वें वचन में लिखा है कि परमेश्वर इसलिए उतर आया ताकि इजरायलियों को एक विशाल देश में, अच्छे और बड़े देश में पहुंचा सके. അർത്ഥം ഇറങ്ങി വന്ന് ഇടപെടേണ്ട വിഷയങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് ഇടപെടാൻ പോകുകയാണ്. इसका अर्थ यह है जहां परमेश्वर को उतर कर आकर विषयों में दखल देना है वहां परमेश्वर ऐसा ही करेंगे. ഭുജബലം കാണിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരേണ്ടടുത്ത് ദൈവം അങ്ങനെ ഇടപെടാൻ പോകുകയാണ്. जहां परमेश्वर को अपने उस बढ़ाई हुई भुजा का बल दिखाकर आपको छुड़ाना है वहां परमेश्वर ऐसा ही करेंगे. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. परमेश्वर की वाणी आज आपको स्वतंत्र करने जा रही है. ഇസ്രായേലിൽ ദൈവത്തിന്റെ കൈയുടെ ബലം പ്രകടമായി. उस मिस्र के देश में परमेश्वर के हाथ का बल प्रकट हुआ.
60-ാം സങ്കീർത്തനം 5-ാം വാക്യം ഞാൻ നിങ്ങളോട് പറയുക. मैं 60वें सबूर के 5वें वचन को आपके सामने कहता हूँ പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് ദൈവത്തിന്റെ വലതുകരം ചലിക്കാൻ പോകുക. कि परमेश्वर का दाहिना हाथ उसके प्रियजन छुड़ाने के लिए काम करने जा रहे हैं. ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ടോ? क्या परमेश्वर आपको प्रिय जानते हैं? ദൈവത്തിന് നിങ്ങളോട് പ്രിയമുണ്ടെങ്കിൽ നിങ്ങൾ വിടുവിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വലതുകരം ചലിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. अगर ऐसा है तो परमेश्वर के छुड़ाने वाले वो दाहिने हाथ आपके लिए काम करने जा रहे हैं. അധരഘടക പ്രധാനഗതരാജകൽപ്രധാനാദി. ദൈവത്തിന്റെ വലതുകരം നമുക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. परमेश्वर का दाहिना हाथ हमारे लिए काम करने ഓ जा रहा है. റാബാല ശാന്തരലബല ഹസ്തനാലം ധന്യവാദം. ദൈവത്തിന്റെ വലതുകരം ഇടപെടാൻ പോകുകയാണ്. परमेश्वर के दाहिने हाथ हमारे विषयों पर दखल देने जा रहे യോഹന്നാന്റെ हैं. സുവിശേഷം 9-ാം അധ്യായത്തിൽ यूहन्ना का सुसमाचार 9वां अध्याय में കുരുടനായിരിക്കുന്ന അമ്മയുടെ ഉദരം മുതൽ കുരുടനായിരിക്കുന്ന മനുഷ്യന് വേണ്ടി जिस तरह एक ऐसे अंधे व्यक्ति के लिए जो अपनी माँ के गर्भ से ही अंधा था, യേശു കൈകൊണ്ട് ചേറ് ഉണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി അവനെ സൗഖ്യമാക്കി. यीशु मसीह ने उस वक्त वहां मिट्टी में अपनी थूक से मिट्टी को सान कर उसको उस लेप को उनकी आंखों में लगाकर. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ കൈ ആ കുരുടന് വേണ്ടി മണ്ണിൽ ഒരൗഷധമായി പ്രവർത്തിച്ചെങ്കിൽ अगर उसी अंधे के लिए परमेश्वर के हाथ मिट्टी में काम किए, एक औषधि के समान उस मिट्टी को बना दिया है, तो അവന്റെ രണ്ട് കണ്ണിലും യേശു കൈകൊണ്ട് അത് പുരട്ടി. उनकी दोनों आंखों पर यीशु मसीह ने उस लेप को लगा दिया. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുട്ട് എവിടെയാ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാ അന്ധകാരം, എവിടെയാ വിടുതലില്ലായിരിക്കുന്നത്, അവിടെ യേശുവിന്റെ കൈ വരാൻ പോകുകയാണ്. आपके जीवन में जहां पर छुटकारा नहीं है, जहां अंधकार से आपका जीवन भरा हुआ है, वहीं पर आपके लिए परमेश्वर का हाथ काम करने जा रहा है. കുരുടന്റെ കണ്ണിൽ യേശുവിന്റെ കരം വന്നതുപോലെ ചില കുടുംബങ്ങളുടെ ഇരുണ്ട മേഖലകളിൽ ദൈവത്തിന്റെ കൈ വരാൻ പോകുകയാണ്. जिस तरह उस अंधे व्यक्ति पर यीशु मसीह का हाथ उतर आया और काम किया, उसी प्रकार आपके जीवन में जहां जहां अंधकार है, वहां पर परमेश्वर के हाथ आपके लिए काम करने जा रहे മത്തായി हैं. സുവിശേഷം 14-ാം അധ്യായത്തിൽ मत्ती का सुसमाचार 14 अध्याय. ഇളകിമറിയുന്ന സമുദ്രത്തിൽ നിൽക്കുന്ന പത്രോസ് ऐसे समुद्र में पतरस खड़े हैं जो बहुत ही उसमें आंधी तूफान थे, വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. और वो उस पानी में चलकर जा रहे थे. അവനോർത്ത് ഞാൻ ഇനി ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കും. उन्होंने सोचा कि मैं अब इस पानी में डूबकर मर जाऊंगा. തിരമാല എനിക്ക് ചുറ്റും, मेरे चारों ओर लहरें हैं, കൊടുങ്കാറ്റ് എനിക്ക് ചുറ്റും, आंधी तूफान मेरे चारों ओर हैं. എന്റെ സഹോദരങ്ങളെല്ലാം ആ ബോട്ടിൽ ഇരിക്കുന്നു, मेरे भाई उस नाव पर बैठे हैं, ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി പോവുകയാണല്ലോ. लेकिन मैं तो इस पानी में डूबा जा रहा हूँ. അവൻ ഭയപ്പെട്ട് അവൻ വിറച്ചിരിക്കുമ്പോൾ जब वो भयभीत होकर डर गया, ആ തിരമാലയ്ക്കകത്തോടെ കൊടുങ്കാറ്റിന്റെ അകത്തോടെ യേശുവിന്റെ കൈ അവനെ കയറി പിടിച്ചു. उन लहरों के बीच में से, आंधी तूफानों के बीच में से यीशु मसीह ने अपने हाथ बढ़ाकर उसको थाम लिया അല്പവിശ്വാസിയെ നീ എന്തിനാ ഭയപ്പെടുന്നത്? और कहा, हे अल्पविश्वासी, तुम क्यों भयभीत ആ होते हो? വെള്ളത്തിന്റെ അകത്തുനിന്ന് അവനെ വലിച്ചെടുത്തു യേശു. और उस पानी में से यीशु मसीह ने उनको खींचकर बाहर किया. ദൈവത്തിന്റെ മക്കൾ ഇന്ന് വിശ്വസിക്കുക, परमेश्वर के लोग आज विश्वास कर लें. നിനക്ക് ചുറ്റും കൊടുങ്കാറ്റും തിരമാലയായിരിക്കാം. आपके चारों ओर आंधी तूफान या लहरें उठ रही होंगी. പത്രോസ് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലുള്ള അവസ്ഥകളിലായിരിക്കാം. ऐसी अवस्था आपके जीवन में भी होगी जहां आप भी पतरस के तरह उस पानी में से होकर जा रहे हैं. കഷ്ടതയുടെ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കാം. ऐसे पानी में जो कष्ट से भरे हुए हैं. പലവിധ പ്രതികൂലത്തിന്റെ വെള്ളത്തിലേക്ക് കുടുംബമായിട്ട് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. आपके जीवन में भी शायद ऐसा समय हो जहां आप परिवार सहित कष्ट में या मुश्किलों के उस पानी में से होकर गुजर रहे हैं. കൊടുങ്കാറ്റ് തിരമാലകളെല്ലാം നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുകയായിരിക്കും. आपके जीवन में आंधी तूफान और लहरें आपको बहुत ही निराश कर रही है, बहुत ही आपको भार दे रही ആ हैं. പ്രശ്നത്തിന്റെ അകത്ത് പത്രോസിനെ പിടിച്ച കരം നിങ്ങളെ പിടിക്കുവാൻ ദൈവത്തിന്റെ കരം ഇടപെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करेंगे कि जिस हाथ ने उस समय पतरस को थामा, वही हाथ आज मुझे भी छुड़ाने के लिए मुझे थामने जा रहा है. ദൈവം ഇടപെട്ടു പത്രോസിന്റെ വിഷയത്തിൽ. परमेश्वर ने, यीशु मसीह ने पतरस के विषय में दखल दिया. അവനെ കൈകൊണ്ട് പിടിച്ചു.
पतरस को हाथ बढ़ाकर उसके हाथ को थाम लिया യേശു അവനെ വലിച്ചെടുത്തു അതിന്റെ അകത്ത്. और उसको खींचकर बाहर निकाला उस पानी में से। കർത്താവിനോട് പറയുന്നു, പത്രോസിനെ വെള്ളത്തിന്റെ അകത്തുനിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ചില കുടുംബങ്ങളെ, ചില വ്യക്തികളെ കർത്താവ് ചില വിഷയത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വലിച്ചെടുക്കാൻ പോകുകയാണ്. जिस तरह पतरस को उस पानी में से खींचकर बाहर निकाला, वैसे ही परमेश्वर की आत्मा आज कहती है, परमेश्वर के दाहिने हाथ अनेक लोगों को, उनके परिवारों को ऐसे ही मुश्किलों से भरे हुए पानी में से खींचकर बाहर निकालने जा रहे हैं। ഹല്ലേലൂയ. കർത്താവിന്റെ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം ചേർന്ന്. परमेश्वर के लोग हम मिलकर प्रार्थना करेंगे। എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ വിഷയത്തിൽ ഉണ്ടാകാം. हमें किस लिए प्रार्थना करनी है? इसलिए प्रार्थना करनी है कि परमेश्वर हमारे हर एक विषय में आज दखल देने पाए। ദൈവം മോശയോട് പറഞ്ഞു, जिस तरह परमेश्वर ने मूसा से कहा, നിന്റെ വിക്കുള്ള നാവ് കൊണ്ട് നീ ഫറവോനോട് പറഞ്ഞാൽ അവൻ ഇസ്രായേൽ ജനത്തെ ആദ്യമൊന്നും വിടത്തില്ല. तुम अगर इसी जीभ से बातचीत करके मिस्र के राजा से कहोगे तो वो कभी भी इजरायलियों को छोड़ेगा नहीं। ഭുജബലം പ്രകടമാകാതെ ഒരു സ്വാതന്ത്ര്യമില്ല. जब तक परमेश्वर के हाथों का बल वहां प्रकट नहीं होगा, तब तक कोई स्वतंत्रता नहीं। ഇന്ന് ദൈവത്തിന്റെ കൈ നമുക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ്. आज विश्वास करें कि परमेश्वर का हाथ हमारे लिए काम करने जा रहा है, हमारे विषयों पर परमेश्वर का हाथ दखल देने जा रहा है। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം यशायाह भविष्यवक्ता का पुस्तक 14 अध्याय അതിന്റെ 27-ാമത്തെ വാക്യത്തിലുണ്ട്, उसके 27वें वचन में लिखा है, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാര്? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആര്? और लिखा है आइज़ाया चैप्टर 14 वर्स 27, क्योंकि सेनाओं की यहोवा ने युक्ति की है और कौन उसको टाल सकता है? उसका हाथ बढ़ाया गया है, उसे कौन रोक सकता है? നിങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ഈ വാക്യം സ്വീകരിക്കും. बड़ी खुशी के साथ आप इन वचनों को अपने जीवन में स्वीकार करें। ഹല്ലേലൂയ. आमीन। സൈന്യങ്ങളുടെ യഹോവ നമ്മളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ഒരു കാര്യം നിർണയിച്ചിരിക്കുക, പ്ലാൻ ചെയ്തിരിക്കുക. कि सेनाओं के यहोवा ने हमारे लिए और हमारे परिवार के लिए कुछ चीजें निर्णय कर रखी हैं, അത് ദുർബലമാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. और उसको दुर्बल करने के लिए, शक्तिहीन करने के लिए कोई भी शक्ति काम नहीं कर ഒരു सकती। ദേശത്തിന്റെ ആധിപത്യങ്ങൾക്കും നമ്മളെ കുറിച്ച് ദൈവം നിർണയിച്ചിരിക്കുന്ന കാര്യത്തെ ദുർബലമാക്കാൻ കഴിയത്തില്ല. हमारे प्रति परमेश्वर ने जो भी निर्णय किया है, उसे कोई भी देश की शक्ति रोक नहीं सकती। ഒരു മന്ത്രവാദ ശക്തിക്കും അത് ദുർബലമാക്കാൻ കഴിയത്തില്ല. कोई भी मंत्रवाद उसको रोक नहीं सकता। ഒരു പാരമ്പര്യ ശക്തിക്കും ദൈവം നിർണയിച്ചതിനെ ദുർബലമാക്കാൻ കഴിയത്തില്ല. परमेश्वर ने जो भी हमारे लिए निर्णय कर लिया है, उसको कोई भी पारंपरिक शक्ति रोक नहीं सकती। ഒരു മാനുഷിക ശക്തിക്കും അതിനെ ദുർബലമാക്കാൻ കഴിയത്തില്ല. कोई मानसिक शक्ति उसको रोक नहीं सकती। ഹല്ലേലൂയ. അത് हालेलुया। മാത്രമല്ല, ദൈവത്തിന്റെ കൈ നീട്ടിയിരിക്കുന്നു. केवल यही नहीं, परमेश्वर का हाथ बढ़ाया गया है। ആ കൈ ആർക്ക് അതിനെ മടക്കുവാൻ കഴിയും? वो हाथ ऐसा है, उसके बारे में लिखा है, कौन उसे रोक सकता है? മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം കൈ നീട്ടിയിട്ട് മിസ്രൈമിലെ രാജാവിനോ അവിടുത്തെ മന്ത്രവാദികൾക്കോ മിസ്രൈമിലെ ഒരു ശക്തിക്കും ദൈവത്തിന്റെ കൈയെ തിരിച്ചു മടക്കാൻ കഴിഞ്ഞില്ല. वहां मिस्र में भी इजरायलियों के लिए जब परमेश्वर ने अपने हाथ को बढ़ाया, तो उस हाथ को कोई भी मिस्री शक्ति, मिस्र का राजा कोई भी रोक नहीं पाया। നിങ്ങൾ ഇന്ന് വിശ്വസിക്കുക, ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുകയാണ്. अब आज विश्वास करें कि परमेश्वर के हाथ आपके लिए और आपके परिवार के लिए उसने बढ़ाया है। ആ കൈയെ ഇനി മടക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. उसके परमेश्वर के बढ़ाए हुए हाथ को रोकने की कोई भी रोक नहीं पाएगा। 400 വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന്റെ സന്താനങ്ങളുടെ വിഷയത്തിൽ എന്റെ കർത്താവ് ഇടപെട്ടു. 400 साल के बाद अब्राहम के संतानों के लिए मेरे परमेश्वर ने उनके विषयों में दखल दिया। നമ്മൾ വിശ്വസിക്കുക, ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ദിനങ്ങൾ. आप विश्वास करें कि परमेश्वर हमारे विषयों पर दखल देने के दिन है। പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് ഒരു വാക്കാണ് അവരോട് പറയുന്നത്. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്തിന് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്
അവരെ കൊണ്ടുപോകുവാൻ കർത്താവ് ഇറങ്ങി വന്നു. और यहाँ पे निर्गमन की किताब 3 अध्याय में इसके 8वें वचन में लिखा है कि इसलिए अब मैं उतर आया हूँ कि उन्हें मिस्रियों के वश से छुड़ाऊं और उस देश से निकाल कर एक अच्छे और बड़े देश में जिसमें दूध और मधु की धाराएं बहती हैं अर्थात वहां पर लेकर आऊं. നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടടുത്ത് ദൈവം സംസാരത്താൽ ഇടപെടാൻ പോകുകയാണ്. जहाँ बात हमारे लिए परमेश्वर को बातचीत करनी है वहां परमेश्वर आज ऐसा करेंगे. ഇറങ്ങി വന്ന് ഇടപെടേണ്ട സ്ഥലത്ത് ഇറങ്ങി വന്ന് ഇടപെടാം. जिन स्थानों में परमेश्वर को खुद उतर कर हमारे छुटकारे के लिए काम करना है परमेश्वर आज वैसा ही करेंगे. കൈയുടെ ബലം വെളിപ്പെടുത്തി ഇടപെടേണ്ടടുത്ത് അങ്ങനെ ഇടപെടാം. जहाँ परमेश्वर के हाथों के बल को दिखाकर परमेश्वर ने काम करना है वैसे ही परमेश्वर करेंगे. പക്ഷേ അതിനെല്ലാം മുമ്പ് ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചു. लेकिन इन सब से पहले इजरायलियों ने परमेश्वर से चिल्लाकर प्रार्थना की. നാം നിലവിളിക്കേണ്ടടുത്ത് നിലവിളിക്കട്ടെ, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിക്കട്ടെ. जहाँ हमें चिल्लाना है वहाँ हम चिल्लाएं और जहाँ हमें प्रार्थना करनी है वहाँ हम प्रार्थना करें. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ അകത്ത് ഒരു ശൂന്യകാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. दूसरे राजा की पुस्तक में एक शूनेम की स्त्री के बारे में लिखा गया है. 4-ാം അധ്യായത്തിലാണ് ആ വിഷയം കിടക്കുന്നത്. 4थे अध्याय में हम देख सकते हैं. അപ്പോൾ അതിന്റെ അകത്ത് അവർ ഏലീശയെ പ്രവാചകനെ വീട്ടിൽ കൈക്കൊണ്ടു. और एलीशा भविष्यवक्ता को वो घर पर ले आए. പക്ഷേ വർഷങ്ങളായി അവരൊരു വിഷയത്തിൽ നിൽക്കുക. कई वर्षों से वो अपने जीवन में एक विषय में है. പക്ഷെ അവരാരോടും അത് പറയുന്നില്ല. लेकिन वो किसी से भी उस विषय को शेयर नहीं कर रहे. പക്ഷെ ദൈവം അവരുടെ വിഷയത്തിൽ ഇടപെടുക. लेकिन यहाँ पर हम देख सकते हैं परमेश्वर उनके विषयों में काम कर रहे हैं. ഹല്ലേലൂയ. हालेलुया. ദൈവം ഇടപെടുക. परमेश्वर खुद दखल दे रहे हैं. നാളുകളായി അവരുടെ വിഷയത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. कई वर्षों से उनके उस विषय पर कोई कुछ संभव नहीं हो रहा था. നല്ല ധനമുള്ള ഒരു സ്ത്രീ, ऐसी स्त्री थी जिनके पास बहुत धन संपत्ति थी. നല്ല ഐക്യതയുള്ള ഒരു കുടുംബജീവിതം നയിക്കുന്നവരാ. ऐसे परिवार जिसमें काफी एकता थी. ഹല്ലേലൂയ. ആ സമയങ്ങളൊന്നും പ്രവാചകൻ അതിലെ ഒരുപാട് നാളായി പൊക്കൊണ്ടിരിക്കാൻ തുടങ്ങി. और उस रास्ते से वो भविष्यवक्ता कई वर्षों से वहीं से गुजरते थे. പക്ഷേ ഇന്നേ വരെ അവർക്ക് തോന്നിയിട്ടില്ല വീടിന്റെ അടുത്തൊരു മാളികമുറി പണിയണം. लेकिन अब तक उन्होंने नहीं सोचा था कि घर के पास एक ऐसा घर बनाना है. ഹല്ലേലൂയ. ഒരു മാളികമുറി വീടിനോട് ചേർന്ന് ദൈവത്തിന്റെ ദാസന്മാർക്ക് താമസിക്കാൻ ഒരു റൂം പണിയണം എന്ന് അവർക്ക് തോന്നി. परमेश्वर के दास के लिए एक कमरा, एक छोटा सा कोठरी बनाना है, ऐसा उन्होंने कभी सोचा नहीं था. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കണം, നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ അടുക്കുമ്പോൾ ആത്മീയമായിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയം ദൈവം വികസിപ്പിക്കും. आप विश्वास करें कि जब हमारे छुटकारे हमारे निकट आते हैं तो उस समय आत्मिक काम करने के लिए परमेश्वर हमें एक ऐसा गाइडेंस देते हैं. ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നൊക്കെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വലിയ നിയോഗം. पवित्र आत्मा हमारे अंदर वो प्रेरणा देते हैं कि हमें परमेश्वर के लिए ही खड़ा होना है, ദൈവത്തിന് വേണ്ടി ചെയ്യണം, कि परमेश्वर के लिए कुछ काम करने हैं. സഭയ്ക്ക് വേണ്ടി കരം നീട്ടണം. कलीसिया के लिए हमें अपने हाथ को बढ़ाना है. ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ മനസ്സിന്റെ അകത്ത് ഓരോ ഉണർവിന്റെ ചിന്തകൾ ദൈവം കൊണ്ടിരുന്നു. परमेश्वर हमारे मन में ऐसी चिंताएं डालता है जो पहले हमारे मन में कभी नहीं आई. ചിലര് അതിനെ നശിപ്പിക്കും. कुछ उसको नाश कर देते हैं. പക്ഷെ ചിലര് അതൊരു ചിലരതൊരു ദൈവിക നിയോഗമായിട്ട് ഏറ്റെടുക്കും. लेकिन कुछ लोग उन चिंताओं को परमेश्वर के ओर से एक निर्णय के तौर पे स्वीकार करते हैं. അവരുടെ ഉള്ളിൽ വന്ന ചിന്തയെ അവർ കുടുംബത്തിൽ സംസാരിച്ചു. उनके मन में जो बात आई उन्होंने परिवार के सामने रखा അവര് അതൊരു ദൈവിക നിയോഗമായിട്ട് ഏറ്റെടുത്തു. और उन्होंने परमेश्वर के गाइडेंस के तौर पर उसे ले लिया. എലീശ അവരുടെ വീട്ടിൽ വന്നു. एलीशा भी उस वक्त उनके घर पर आए. അവര് വർഷങ്ങളായി മറച്ചു വെച്ച ഒരു പ്രാർത്ഥന വിഷയം. ऐसा विषय जिन्होंने कई वर्षों से उन्हें किसी को बयान नहीं किया. ഒരു ദിവസം ദൈവം ആ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങി. एक दिन परमेश्वर उनके विषयों में काम करने लगे. അവർക്കൊരു തലമുറയില്ലായിരുന്നു. उनकी संतान नहीं थी. ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടു. उस विषय पर परमेश्वर ने काम किया. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, आज मैं आपसे कहना चाहूंगा, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം പലരോട് ഷെയർ ചെയ്യാത്ത ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. इन दिनों हमारे जीवन में भी ऐसे कई विषय हैं जो हमने किसी के साथ नहीं बांटे. പക്ഷെ കർത്താവ് ആ വിഷയങ്ങളിൽ ഇടപെടുന്ന ദിനം.
लेकिन ये ऐसे दिन हैं जहां परमेश्वर उन्हीं विषयों पर काम करने जा ആ रहे हैं। ദൈവം എലീശയെ ആ വീട്ടിന്റെ അകത്ത് കൊണ്ടിട്ട് एलिशा को उस घर में लाकर ആ പ്രാർത്ഥിക്കുന്ന മകളുടെ അവിടെ രഹസ്യമായി വെച്ച വിഷയത്തെ ദൈവം ഇടവിട്ട് അവിടെ കരത്തിലേക്ക് ആ നന്മയെ കൊടുക്കുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. उस स्त्री के रहस्य विषयों को परमेश्वर ने प्रकट करके उस पे काम करके उस भलाई को उनके हाथ तक पहुंचा दिया। നാം നമ്മുടെ പ്രാർത്ഥനയുടെ മുറിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് ഇടപെട്ട് നമ്മുടെ കരത്തിൽ അതൊരു മറുപടിയായി തരാൻ പോകുകയാണ്. जिन विषयों पर हम प्रार्थना करते आए हैं, हम विश्वास करें कि आज परमेश्वर उस पर दखल देकर उनके जो भी उत्तर हैं उसे परमेश्वर हमारे हाथों में देने जा रहे हैं। അപ്പോൾ ഇന്നത്തെ ദൂത് ദൈവമക്കൾ ഏറ്റെടുക്കുക. കർത്താവ് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ദിവസങ്ങളാണ്. इसलिए आज के संदेश को परमेश्वर के लोग स्वीकार करें कि ये ऐसे दिन हैं जहां परमेश्वर हमारे विषयों को लेकर उनमें दखल देने जा रहे हैं। ഇടപെടുന്ന ദിവസം परमेश्वर के दखल देने का समय। 2020 പോലെ നിന്റെ ജീവിതം ഇങ്ങനെ കിടക്കത്തില്ല. 2020 की तरह आपका जीवन ऐसे ही नहीं रहेगा। കഴിഞ്ഞ 4 മാസം പോലെ നിന്റെ ലൈഫ് ഇങ്ങനെ കിടക്കത്തില്ല. पिछले 4 महीनों की तरह आपका जीवन ऐसा नहीं रहेगा। ഇടപെടുന്ന ദിവസങ്ങളാണ്. परमेश्वर के दखल देने का समय। ഓ റാബാ ശാന്തലരാം. यस लॉर्ड जीसस। ദൈവം ഒത്തിരി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. अनेक न्यायियों को परमेश्वर ने खड़ा किया। പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. अनेक भविष्यवक्ताओं को परमेश्वर ने खड़ा किया। രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. अनेक राजाओं को परमेश्वर ने खड़ा किया। ആർക്കും ഭൂമിയിൽ നിന്ന് പാപത്തെ തുടച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. लेकिन कोई भी इस पृथ्वी पर से पाप हटा नहीं पाए। പാപം, അതിൽ രോഗം, മരണം, ശാപമെല്ലാം ഭൂമിയിൽ വർദ്ധിച്ചിരിക്കുക. पाप के द्वारा रोग, मृत्यु, श्राप सब कुछ बढ़ गया इस पृथ्वी पर। അന്ന് മനുഷ്യന്റെ പാപം വർദ്ധിച്ചപ്പോൾ ദൈവം ഭൂമിയിൽ മനുഷ്യനോട് ഇടപെടാൻ തുടങ്ങി. जब मनुष्य के पाप इस पृथ्वी पर बढ़ गए तो परमेश्वर इस विषय पर दखल देने लगे। എങ്ങനെയാ ദൈവം വിഷയത്തിൽ ഇടപെട്ടത്? किस तरह परमेश्वर ने इस विषय पर दखल दिया? ദൈവം തന്റെ പുത്രനെ, ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിൽ അയച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ വിഷയങ്ങൾക്കകത്ത് ദൈവം ഇടപെടാൻ തുടങ്ങി. उस सही समय पर परमेश्वर ने अपने इकलौते पुत्र को भेजकर हमारे लिए, हमारे विषयों के लिए उस पर दखल देने लगे। നോഹയ്ക്കോ അബ്രഹാമിനോ മോശയ്ക്കോ യോശുവയ്ക്കോ ഒന്നും ഇതിനെ മാറ്റാൻ കഴിഞ്ഞില്ല. नूह, अब्राहम, मूसा या यहोशू कोई भी इसको हटा नहीं पाया। മോശയ്ക്ക് ചെങ്കടലിനെ പിളർക്കാൻ പറ്റി. मूसा समुद्र को 2 भाग में बांट सका। യോശുവയ്ക്ക് പ്രാർത്ഥനയാൽ യോർദാനെ 2 ആക്കി മാറ്റാൻ പറ്റി. यहोशू प्रार्थना के द्वारा यर्दन को उसने 2 हिस्सों में बांटा। ഇവർക്കാർക്കും പാപത്തെ മനുഷ്യന്റെ മേൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. लेकिन इनमें से कोई भी मनुष्य के ऊपर जो पाप है उसे हटा नहीं पाए। അതിന്റെ മൂലം ഉണ്ടായ ശാപങ്ങളെ, രോഗങ്ങളെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. उसके द्वारा आए हुए सारे श्राप और रोग को कोई भी हटा नहीं पाया। പക്ഷേ മനുഷ്യന്റെ പരമപ്രധാനമായ വിഷയത്തിൽ ദൈവം ഇടപെട്ടത് പുത്രനായ യേശുവിനെ അയച്ചു. लेकिन मनुष्य के सबसे बड़े विषय पर परमेश्वर ने अपने इकलौते पुत्र को भेजकर दखल दिया। വേറെ പ്രവാചകന്മാർക്കോ ഒരു മനുഷ്യനോ നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, आपके जीवन में भी अगर भविष्यवक्ता या कोई भी मनुष्य आपके विषयों पर छुटकारा अगर नहीं दे पाए, പുത്രനെ അയച്ച് നമ്മുടെ വിഷയത്തിന് സമാപ്തി വരുത്തുന്ന ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. लेकिन आप आज जान लें कि हमारे पास एक ऐसा परमेश्वर है जो अपने पुत्र को भेजकर हमारे सारे विषयों पर उसको समाप्त कर सकता है। 33 തിരുവയസ്സിൽ പുത്രന്റെ രക്തം ഭൂമിയിൽ ചൊരിയിച്ച് മനുഷ്യന്റെ സകല വിഷയങ്ങളിലും ദൈവം വലിയൊരു ഇടപെടൽ നടത്തി. 33.5 साल में यीशु मसीह को इस पृथ्वी पर भेजकर परमेश्वर ने हमारे सारे विषयों पर जिस तरह दखल दिया, കർത്താവ് ഒരു വലിയ ഇടപെടൽ നടത്തി. परमेश्वर ने बड़े रीति से हमारे जीवन में उन विषयों पर काम किया। എന്നിട്ടും തീർന്നില്ല. फिर भी खत्म नहीं हुआ। അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ प्रेरितों के काम 2 अध्याय में ദൈവത്തിന്റെ ജീവനായ പരിശുദ്ധാത്മാവിനെ അയച്ചു. परमेश्वर का जीवन जो पवित्र आत्मा है उनको भेजकर പുതിയ നിയമ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ഇടപെടലുകൾ കർത്താവ് ആരംഭിച്ചു. नए नियम कलीसिया में परमेश्वर ने अपने कामों को करना शुरू किया। 2021 ഈ മെയ് മാസവും ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ വിഷയങ്ങളിൽ കർത്താവ് ഇടപെടും. 2021 इस मई के महीने में भी आप विश्वास करें कि परमेश्वर की आत्मा के द्वारा परमेश्वर अपने
कामों को करेंगे, हमारे सारे विषयों पर वो दखल देंगे। നാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. हम अपने आप को परमेश्वर के हाथों में सौंप दें। കർത്താവ് നമ്മളെ സഹായിക്കാൻ പോകും. परमेश्वर हमारी सहायता करने जा रहे हैं। എല്ലാവരും ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. अपने आप को परमेश्वर के हाथों में सौंप दें। जीसस, അർത്ഥപ്രവന ശന്തരേ ജഗൽക്കടകസ് praise you Lord, വൈഡമാന ശന്തലരഗതനാദികൾ hallelujah, അടഗമന സംധരേ ലഭികാന്ധരവശപ്രവനാദി. praise the Lord Jesus. കർത്താവ് ഇടപെടുന്ന ദിവസമാണ്. परमेश्वर के दखल देने के दिन होने पाए। എല്ലാവരും ഉടമന ശംധരേ सब ലഭികാ लोग हालेलुया स्तुति करें। അർത്ഥപ്രവന ശന്തരേ വർധന ലഗടകശം ईमानम शरार दगलगदगस्यार അർത്ഥമാന ശന്തരബടക ശന്തരേ ലഭിയാന്ധരേ यीशु के नाम से വൈഡജാന ഘടക ശന്തരേ ലഭിയാർത്ഥനരബടകച്ചസ് जीसस, അതരഘടക ജനാദികൾ പ്രവനാദി. praise you Lord. കർത്താവേ, നമ്മുടെ മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. हे परमेश्वर, आपके बच्चों को हम आपके हाथों में सौंपते हैं। ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം हमारी इस प्रार्थना का पहले दिन ദൈവം ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം. परमेश्वर, आप हमारे विषयों में दखल दें। ദൈവം ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം. आप हमारे विषयों में दखल दें। ഇസ്രായേലിലെ ഇസ്രായേൽ ജനത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടത് जिससे परमेश्वर ने मिस्रैम में पड़े हुए इजरायलियों के विषयों में दखल दिया। ശൂന്യകാരത്തിയുടെ വിഷയത്തിൽ ഇടപെട്ടത് शूनेम की जो स्त्री है उसके लिए परमेश्वर आपने उनके विषयों में दखल दिया। കർത്താവേ, പുതിയ നിയമ സഭയിൽ ഇടപെട്ടത് नए नियम कलीसिया में जिस परमेश्वर ने काम किया। കർത്താവേ, ഒരിക്കലും മനുഷ്യന് മാറ്റാൻ പറ്റാത്ത പാപ വിഷയത്തിന്റെ അകത്ത് ഇടപെട്ടതില്ല. पर उस परमेश्वर ने जिसने मनुष्य के उस विषय पर काम किया, उस विषय में दखल दिया, उसके पाप को हटाया। ദൈവമേ, അങ്ങ് ഞങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ പോകുന്ന ദിവസം हम जानते हैं कि परमेश्वर आने वाले दिन आप हमारे विषयों में दखल देंगे। കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ, കൈകൊണ്ട് തൊടത്തക്ക നിലയിൽ, ശരീരം കൊണ്ട് അനുഭവിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ ഇടപെടലിനാൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വിടുതലിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. हम उस छुटकारे के लिए धन्यवाद देते हैं जो परमेश्वर आपके दखल देने के द्वारा हमारे जीवन में हमारे विषयों पर होगा। കർത്താവേ, ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവിനെ സമർപ്പിക്കും. हम अपने शरीर को, प्राण और आत्मा को समर्पित करते हैं। യേശുവിന്റെ രക്തത്തിൽ മറക്കും. यीशु मसीह के लहू में आप ढाप दें। ഇന്ന് പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കും. आज इस प्रार्थना में जुड़े हुए हर एक व्यक्ति को, परिवार को आशीष दे। 11 മണി മുതൽ ഞങ്ങൾക്ക് അന്യഭാഷയിൽ അല്പനേരം പ്രാർത്ഥിക്കാനാണ്. 11 बजे से लेकर हम अन्य भाषा में कुछ समय प्रार्थना करना चाहते हैं। എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റണം. सब कुछ हमारे जीवन में आप आशीष बनाए। എല്ലാവരും ബ്ലസ് ചെയ്യണം. हर एक को आप आशीष दें। അപ്പൊ ഞാൻ വിശ്വാസത്തോടെ ഈ പ്രയറിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും കുടുംബത്തെ നോക്കി പ്രവചിക്കുക. मैं विश्वास के साथ इस प्रार्थना में जुड़े हुए हर एक व्यक्ति को देखकर भविष्यवाणी करता हूँ। 2021 മെയ് മാസം ദൈവം ഈ മക്കളുടെ എല്ലാ വിഷയത്തിലും കർത്താവ് ഇടപെടാൻ പോകുകയാണ്. कि परमेश्वर इस 2021 के मई के महीने में परमेश्वर अपनी संतानों के हर एक विषय में दखल देने जा रहे हैं। യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. यीशु के नाम से ऐसा ही संभव होगा। യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. यीशु मसीह के नाम से मांगते हैं, आमीन। ഹല്ലേലൂയ. हालेलुया।